നമ്മളിതാ ഇന്ന് കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോ ഇടാണ്ട് കുറേ ആയി. അപ്പോൾ നമുക്കിന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് ഇന്ന്. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവും. അപ്പം വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരൊക്കെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ആതിരയും ആതിരയുടെ 2 പിള്ളേരും പിന്നെ ഞാനും പിന്നെ നമ്മുടെ ക്യാമറമാൻ മഹേഷും ഉണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്കാനായിട്ട് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡുള്ളത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാവയ്ക്ക് ഇറങ്ങിയതാ നമ്മളിത് സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓട്ടോയിൽ ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ. അവിടെ എത്തി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വന്ന സർപ്രൈസ് എന്താണെന്നൊക്കെ. പിന്നെ വെച്ചാൽ ഇപ്പോൾ നമുക്കിങ്ങനെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മളൊരു ക്യാരക്ടറാണ് കേട്ടോ വീഡിയോയിലുള്ള. അപ്പോൾ ഇതാണ് കേട്ടോ ഓട്ടോ സ്റ്റാൻഡ്. ഞാനിവിടെയാണ് ഓടുന്നത്. അപ്പോൾ നമ്മളിതാ പാലത്തിലോട്ട് പ്രവേശിച്ച് നിൽക്കുക. അതിൻ്റെ താഴ്വശത്ത് കാണുന്നതാണ് ആറളം വന്യജീവി സങ്കേതം. പിന്നെ വെച്ചാൽ ഇതിലൂടെ ഒഴുകുന്ന പുഴയാണ് നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണുന്ന ഇത് ഞാൻ പറയുന്നത് എന്താ ചീങ്കണ്ണിപ്പുഴ എന്നാണ് പറയുക കേട്ടോ, ചീങ്കണ്ണിപ്പുഴ. അപ്പോൾ നമ്മളിപ്പോൾ ചുങ്കപ്പൂന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വെങ്ങലോടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ദൂരമുണ്ട്. അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല ആ സ്ഥലത്തേക്ക്. അപ്പോൾ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വിളിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അവസാനം നമ്മൾ ദിലീപേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലല്ല കേട്ടോ, റോട്ടിൽ. ഞങ്ങൾ റോട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ കാണുന്ന വഴി കൂടെയാണ് ദിലീപേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളത്. അപ്പം ഞങ്ങളുടെ രഥം അങ്ങോട്ട് ഒതുക്കി വെച്ചു. നല്ല കയറ്റമാണ് കേട്ടോ. അത് നടക്കുന്നതാണോ മനസ്സിലാകുന്നില്ലേ, നല്ല കയറ്റമാണെന്നുള്ളത്. കുഞ്ഞിസഭ ടാറ്റയിൽ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തി. വീടെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞു വീടാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാമെന്നുള്ള പറഞ്ഞതിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. നമുക്ക് കുറച്ച് കൂടി തന്നെ വിശദമായിട്ട് കാണാം. നമ്മൾ ദിലീപിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമ്മേനെയും പിന്നെ ഭാര്യേനെയും അതുപോലെ തന്നെ പെങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന നാടകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചേച്ചി ദിലീപിൻ്റെ ആൻറ്റിയാണ് കേട്ടോ. അത് നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ആ ചേച്ചിനെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളിവിടെ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പിന്നെ ദിലീപിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കൊക്കെ സംസാരിക്കാനൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് സംസാരിക്കാനൊക്കെ എന്തോ മടി പോലെയൊക്കെയാണ്. എന്നാലും നമ്മൾ വിളിച്ചു വരുത്തി സംസാരിച്ചു. അപ്പോൾ നമ്മൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂടുതൽ ലെങ്തായി പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ദിലീപിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണുക, ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ദിലീപേട്ടൻ്റെ വീട്. ചെറിയൊരു ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളെല്ലാം ദിലീപേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്കും കൂടെ കാണാം, നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ പ്രോസസ്സും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരനോട് തന്നെ ചോദിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളെ സാധാ ചിരട്ടയില്ലേ, ആ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു പൂവാണ്. നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ദിലീപ് നമ്മളടുത്ത് പറഞ്ഞായിരിക്കും. ദിലീപിൻ്റെ കഴിവാണ് കേട്ടോ ഇത്. നിങ്ങൾ നോക്കി, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ചിരട്ടയാണ് അത് വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. ഇത് വിൽക്കുന്നതൊക്കെ ഉണ്ടോ കേട്ടോ പുള്ളി ഇപ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടമുണ്ട്, പുള്ളിയുടെ ചെറിയൊരു വരുമാന മാർഗവും കൂടിയാണിത്. കാണാൻ തന്നെ നല്ല രസമില്ലേ. അപ്പം എങ്ങനെയാണ് ഈ പരിപാടി, ഇത് പുള്ളി തന്നെ പറയട്ടെ, ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ തുടക്കം. ഇത് ഞാൻ വിൽക്കാൻ തുടങ്ങി, ഓരോന്നായിട്ട് വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇതിൽ നിന്ന് ഞാൻ പിന്നെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് ഉപജീവനയ്ക്കായിട്ട് വരുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓരോ വീടുകളിൽ ഈ സാധനം കൊണ്ടുപോയി വീടുകളിലെല്ലാം ഈ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നിന് 60, 30, 40 രൂപയൊക്കെ ആയിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് അങ്ങനെ വരുമാനം കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഈ കപ്പുകളൊക്കെ ഇങ്ങനെ ചായ കപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു കപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ഞാനിത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ നല്ല ഇതായി തന്നു എനിക്ക്. അപ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് പിന്നെ ഓർഡർ വന്നു.
അപ്പോഴത്തേന് ഇതിന് ഈ തവി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ പിന്നെ തേങ്ങ വാങ്ങാൻ തുടങ്ങി. ഇത് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാ ചിരട്ട പറ്റത്തില്ല, ഫുൾ തേങ്ങ വേണം. ഫുൾ തേങ്ങ, അതായത് ഒറ്റ തേങ്ങ, അതായത് തേങ്ങ തന്നെ നമ്മൾ വാങ്ങണം. പൈസ ചിരട്ട പറ്റത്തില്ല, തേങ്ങ തന്നെ വാങ്ങണം. അത് വാങ്ങിയിട്ട് അതിന്റെ മുഖം കുറച്ച് മുകളിൽ അത് മുറിച്ചിട്ട് നമ്മൾ അതിന്റെ റൗണ്ട് എടുത്തിട്ട് അതിന്റെ ആ റൗണ്ടാണ് ഈ അടി കൊടുക്കുന്നത്. പിന്നെ പിടിക്ക് വേറെ നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് 2 എണ്ണമാണ് ഇത് ഒട്ടിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് അപ്പൊ ഇതിന് പിന്നെ ഓർഡർ ഉണ്ട്. ഇത് നല്ല സാധനമാണ്. ഈ കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ല ദോഷം വരാത്ത വണ്ണം നല്ലതാണിത്. അപ്പൊ ഏകദേശം ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ദിവസം എത്ര പൈസയുടെ ഏറ്റവും കൂടുതൽ വരുമാനത്തിന് നിങ്ങൾ ഇത് വിറ്റിട്ടുണ്ടാവും? വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10-50,000 രൂപന്റെ സാധനം കൊടുത്തിട്ടുണ്ട് മൊത്തത്തില്. ഒരു ദിവസം ഇവിടെ നിന്ന് എത്ര രൂപയുടെ സാധനം ഒറ്റയടിക്ക് പോയിട്ടുണ്ടാവും? അതായത് ഒരു ദിവസം ഒരു 3,500 രൂപന്റെ സാധനമൊക്കെ പോയിട്ടുണ്ടല്ലേ ഒറ്റ ദിവസം. 3,500. ഇതുപോലത്തെ പൂവ് 2 എണ്ണം പോയി. പിന്നെ വേറൊരു പൂവ് പോയിട്ടുണ്ട്, അത് വലിയ പൂവാണ്. ഒരു പൂവിന് എത്ര റേറ്റ് ഉണ്ടാവും? ഇതിന് ഞാൻ എത്രയാണ് മേടിക്കുന്നത്? ഇതിനൊക്കെ 1,500 വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരെണ്ണത്തിന് 1,500. അതുപോലെ ഈ സാധനം കാണുന്നത് ഇതൊരു മീനാ സംഭവം. മീനിന്റെ രൂപത്തിലല്ലേ ഈ സാധനം കാണുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഇവിടെ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഇത്. ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുക്കയാണ്. ഇത് ഉണ്ടാകും. കുടുക്ക മീൻസ് നമ്മൾ എന്താ ഇപ്പോൾ പറയുക, പൈസ സൂക്ഷിച്ച് വെക്കുന്നത്. അതായത് നമ്മളെ കുടുക്കിയില്ലേ, നമ്മൾ ഈ പൈസ കൊടുത്ത് പുറത്തുനിന്ന് ടാങ്കിൻ്റെ രൂപത്തിലൊക്കെ മേടിക്കുന്ന ആ സാധനത്തിൻ്റെ വേറൊരു വേർഷനാണ് ഇത്. നല്ല രസമാണ് കണ്ടാൽ പറയും ഇത് കുടിക്കുക, നല്ല അടിപൊളിയായിട്ട് മീന് എന്ന രീതിയിൽ ഇതിനകത്ത് പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാട്ടാ, ഇത് പൊട്ടിക്കാൻ തോന്നൂല. ഇതൊരു ജക്കാണ്. അത്യാവശ്യം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വെള്ളം കുടിക്കാനും വെള്ളം എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് രാത്രിയിൽ കുടിക്കാനൊക്കെ ആയിട്ട് എടുത്ത് വെക്കാനുള്ള പറ്റിയ ഒരു ജക്കാണിത്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ജക്കിൻ്റെ അകത്ത് കുടിക്കുമ്പോൾ ഒരു ചൊവ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗറൊക്കെ ആയിട്ട് കുറച്ച് ഇത് നോർമൽ ഉണ്ടാവും. ഇത് നമ്മളിതിൽ വെള്ളം തിളപ്പിച്ച് വെച്ച് കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചെറിയ കഷ്ണം ചിരട്ടിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് കുടിക്കുന്നുണ്ട്. അതൊക്കെ നല്ല ശരീരത്തിന് നല്ലതാണ് അതൊക്കെ. അപ്പം അങ്ങനെ കണ്ട് ഇതൊരു ദോഷം വരാത്ത വണ്ണം ശരീരത്തിന് ഒരു ദോഷം വരാത്ത വണ്ണം ഇത് ചെയ്യുന്നുണ്ട്. ഇത് എത്ര ചിരട്ടയാണ് ഉണ്ടാക്കിയത്? ഇത് 3 ചിരട്ട. 3 ചിരട്ട, ഏകദേശം ഒരു 3 ചിരട്ട വേണം. പിന്നെ ഇത് ഓരോ പീസാണ്. ഇത് ഓരോ പീസ് ഒരു ചിരട്ടയുടെ റൗണ്ടാണ് ഇത്. പിന്നെ ഇത് ഒരു ചിരട്ടയുടെ ഒരു കഷ്ണം പീസ് എടുത്തിട്ട് മുറിച്ച്, അതുപോലെ തന്നെ ഇതും അതേപോലെ ഒരു ചിരട്ടയുടെ പീസ് എടുത്ത് മുറിച്ച് സെറ്റാക്കിയതാണ്. ഇത് 2 പീസാണ് ചിരട്ടയുടെ. ഇങ്ങനെ ഒരു സംഭവം ഐഡിയ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം തൊഴിലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന്, അപ്പോൾ ഈ കൊറോണയുടെ സമയത്തിന് വന്നപ്പോഴത്തേന് പണിയൊന്നുമില്ലല്ലോ. ആ പണിയില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തത് തവികളായിരുന്നു. ഇനി നമ്മൾ പുള്ളി ഉണ്ടാക്കുന്ന പണിപ്പുരയിലേക്ക് നമുക്ക് പോവാം. അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതാണിത് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ദിലീപിൻ്റെ പണിപ്പുര. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ദിലീപ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാ കുറേ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടോ, പൂവും കാര്യങ്ങളൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇത് പൂവിന് വേണ്ടി വെച്ചതാണ്. അതിൻ്റെ ഇതായിരിക്കല്ലേ ഇത്? അതെ അതെ. ഇത് വേറെ മോഡല്. ഇത് നമ്മൾ തിരിച്ച് ഒട്ടിക്കണമെങ്കിൽ ഇതുപോലത്തെ വലിയ ഇതായിട്ട് മുറിക്കണം ഇതുപോലത്തെ. എന്നിട്ട് ഇവിടെ ഒരു ലവ് പോലെയാണ് ഇതാക്കി എടുക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഇതിനങ്ങനെയല്ല, ഇത് വ്യത്യസ്തമായിട്ട് ചെമ്പരത്തിയൊക്കെ ആയിട്ട് നമ്മൾ ചെമ്പരത്തിന്റെ മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഒരു മരത്തിന്റെ കഷ്ണമാണ്. മരത്തിന്റെ കഷ്ണമാക്കി പിന്നെ ഒരു കൊട്ട പോലെയാണ് ഈ സംഭവം. പൂച്ചെട്ടി എന്ന രീതിയിലാക്കിയതാണിത്. ഇത് വിളക്കിന്റെ മോഡലാണ് കേട്ടോ. ഇത് ചെയ്തായിട്ടില്ല. ഒരു വിളക്ക് ഉണ്ടായിരുന്നു, അത് നിലവിളക്ക്, അത് സെയിലായി പോയതാണ്. ഇത് ഫുള്ള് ചിരട്ട തന്നെയല്ലേ ഇതിനകത്ത്? ഇതും ഇത് ഫുള്ളും ചിരട്ടയാണ്. ഇത് പീസാക്കിയിട്ട് നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് അത്
മെഷീൻ ഇങ്ങനെ റൗണ്ട് ആക്കി ഒട്ടിച്ചത് ചെറിയ അത് ഫുള്ളായിട്ട് ആദ്യം നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുക്കും. മുറിച്ചെടുത്തിട്ട് മെഷീൻ പിടിക്കും. എന്നിട്ട് ഇത് എത്ര മാസമായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 2 വർഷത്തിന്റെ അടുത്തായി. 2 വർഷത്തിന്റെ അടുത്തായി. ഈ ഒരു ഇതേ സംഭവങ്ങൾ തന്നെ ഇപ്പൊ താഴേക്ക് പുള്ളിയുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു കട പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതേ സംഭവം തന്നെയല്ലേ അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടയിലേക്ക് ഇത് പുള്ളി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കണ്ടില്ല ആ കുടുക്കയും ആ പൂവൊക്കെ നമുക്ക് പുതിയ വീടെല്ലാം വെക്കും. നമുക്ക് കയറിക്കൂടൽ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്കത് ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്തായാലും ചാനലിൽ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. പുള്ളീനെ കോണ്ടാക്ട് ചെയ്യുക. പുള്ളി എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും അല്ലേ? ഇത് ഒരു ഐസ്ക്രീമിന്റെ ഒരു ഇതാണ്, ഐസ്ക്രീം ബൗൾ പോലെ അല്ലേ? ഇതിന് ഒരു സ്പൂണൊക്കെ കൊടുക്കും. പക്ഷെ ഇതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ അടപ്പ് എല്ലാം സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്. അപ്പൊ നമ്മളിത് ചെയ്യാൻ എടുക്കുന്ന ഈ ഉപകരണങ്ങളിൽ ഈ കാണുന്ന ഉപകരണങ്ങൾ മാത്രം അത് എടുക്കും അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാം. ഇത് ഗ്രൈൻഡർ അല്ലേ? ഗ്രൈൻഡിങ് മെഷീൻ. ഇതാണ് അതിന്റെ ഓരോരോ സാധനങ്ങളൊക്കെ ഈ മെഷീന് ഇതാണ് മെഷീന്റെ ഓരോ സാധനങ്ങൾ മുറിക്കുന്ന. ഇതൊക്കെ മുറിക്കുന്ന സാധനമാണ്. ഇത് ക്ലീൻ ആക്കുന്ന, സൈഡിലൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്ന ഇത് തുളക്കുന്ന മെഷീൻ. ഇതാണ് ബിറ്റ്. ഇതെങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു? ഓൺലൈനിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഈ സാധനം. നിങ്ങൾ ഈ ചിരട്ട പോയി എടുത്തിട്ട് വരുന്നതാണോ അതോ കടയിൽ നിന്ന് എവിടുന്നേലൊക്കെ ആയിട്ട് നമ്മൾ മേടിക്കുന്നതാണോ? ഈ കൊപ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കൊപ്രയുടെ ചിരട്ട പറ്റത്തില്ല നമുക്ക്. അത് പൂക്കളിനൊന്നും പറ്റില്ല, തവിക്ക് പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത് വീടുകളിൽ പോയിട്ട് കൊണ്ടുവരുന്നതാണ്. അതായത് നമ്മൾ ചിരവി എടുക്കുന്ന ചിരട്ട, അതായത് സാധാരണ നമ്മൾ ഈ തേങ്ങ ചിരണ്ടുന്ന ചിരട്ട തന്നെ വേണം. അതല്ലാതെ കൊപ്രയുടെ ചിരട്ട അതൊന്നും ആവും. അതല്ലെങ്കിൽ വലിയ വലിയ ഈ പൂവോ കാര്യങ്ങളോ അല്ലെങ്കിൽ കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫുൾ തേങ്ങ വേണം. ഇത് പിന്നെ ഇതുപോലത്തെ ഇതെന്ന് പറയുന്ന ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഒരു 3 ചിരട്ട എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത് ഒട്ടിക്കുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദിലീപിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുക. അപ്പം അടുത്ത ദിവസം തന്നെ ദിലീപിൻ്റെ അടുത്ത പുതിയൊരു സംരംഭമായിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി മാറ്റിക്കൊണ്ട് തന്നെ നീണ്ടു നോക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു കട കൂടി മാറുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് അതിന് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ നമുക്ക് ഇറങ്ങാതെ പോവാം. അടുത്ത വരവിന് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല സാധനങ്ങളൊക്കെ ആക്കി നമ്മൾ പറഞ്ഞ മീനിന്റെ കുടുക്ക, വള, പിന്നെ ക്ലോക്ക് അതൊക്കെ ആക്കി വെച്ചോ, എല്ലാം ആവശ്യം വരും. അപ്പൊ പിന്നെ ആ കടയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കട ഞാൻ എടുത്തിരിക്കുന്നത് നീണ്ടു നോക്കി ടൗണിൽ നിന്ന് കുറച്ച് മുകളിലാണ്. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക്, കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് വാടകയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്, കട എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിക്ക് സെറ്റായിട്ട് പോട്ടെ. നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെ നമ്മുടെ ഒരു ബായ് പറഞ്ഞു. ബായ്.